വേണ്ട അല്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ മാറി തെറ്റിദ്ധരിച്ചിട്ടാ പറയണേ. ഒരു അമേരിക്കയിൽ എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് 5 ലക്ഷം രൂപ സാലറി ഉണ്ട്. എന്റെ വീട്ടുകാരെന്നെ വിട്ടിട്ടുണ്ടാവും. പക്ഷേ ആ അമ്മ അച്ഛനും ദിവസം എന്റെ മോളെ വിളിച്ചിരിക്കും, മോളെ എങ്ങനെയുണ്ട് എന്താണ്, കൂടെയുള്ള കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചിരിക്കും. ഇല്ലേ? സിനിമാ ഫീൽഡിൽ തെറ്റ് നടത്തണമെന്നല്ല സ്ഥലമല്ല അത്. സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള സ്ഥലമല്ല. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, അത് തെറ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം, അതിന്ന് ആരും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, കോടതി വരെ പറഞ്ഞിട്ടില്ല. ഒരു പുരുഷനും സ്ത്രീക്കും ഇഷ്ടമുള്ളവരുടെ കൂടെ പോവാം, അതിന് നിയമം ആണ്. പക്ഷെ ഈ വരുന്ന ആൾക്കാർ മുഴുവൻ റൂമിൽ കയറിയിട്ട്, ഞാൻ അതാ പറഞ്ഞു, ഇപ്പോഴും ഒരു ഒന്നും ചെയ്യാത്ത ഒരു പുരുഷനെ റൂമിൽ കയറിയിട്ട് നാളെ അവൻ പീഡിപ്പിച്ചു അയാൾ എന്ത് തെളിവ് കാണിച്ചു കൊടുക്കും? ഞാനിപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം ഇപ്പം ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് പുരുഷന്മാരോട് ഈ പാവം എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ, നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അത് തമാശ ഒന്നല്ല, ഞാൻ വെറുതെ പറയണതല്ല. കാരണം അവരെന്താ കാണിക്കുക? ചെയ്യാത്ത ഒരാളുടെ വിഷമം എന്തുണ്ടാവും? അയാളുടെ പേര് പറയുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ഒരുപാട് ദിവസം കൂടെ പോയി സ്നേഹിച്ചു, മലേഷ്യ പോണു, സിംഗപ്പൂർ പോണു, ഡ്രസ്സ് മേടിക്കുന്ന, സിനിമ, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് പറയാണ് അവൻ എൻ്റെ കൂടെ നിന്ന് എനിക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിടത്ത് എന്തർത്ഥമുള്ള? ഈ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു? അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴും 9 മണി ഞാൻ ചോദിക്കും, നീ എവിടെയാന്ന്? എവിടെ? എൻ്റെ മോന് 15 വയസ്സായി. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇതിൽ ചട്ടക്കൂട്ടി പിടിക്കണമെന്നല്ല ഞാൻ പറയണത്. നമ്മൾക്ക് നമ്മുടേതായ അങ്ങനെ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതങ്ങ് സഹിച്ചോളണം, നമ്മൾ സഹിക്കണം, വിളിച്ചു പറയാൻ നിൽക്കരുത്. ശരിയാണോ? ആണുങ്ങളുടെ ഒക്കെ മുഖം കാണിക്കും, ഈ പെണ്ണുങ്ങളുടെ മുഖം എന്താ മറച്ചു വെക്കണേ? എന്ത് പണി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇത് വലിയ ഇതാവുമായിരിക്കും, വലിയ സംഭവമാകും. പ്രിയങ്ക പെണ്ണുങ്ങൾ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെ ധൈര്യമായിട്ട് കൊല്ലണി കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണേ ചെയ്തോട്ടെ. എന്തുകൊണ്ടിനാ മറച്ചു വെക്കുന്നത്? അവർ തെറ്റ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കേട്ടോ. കൊണ്ടുപോയി കൂടെ നടന്നു 1 വർഷം കറങ്ങി അടിച്ചും വന്നിട്ടും അവരുടെ കാര്യം ഞാൻ പറയണേ. അല്ലാതെ ബലമായ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ സമ്മതം ഇല്ലാതെ ചെയ്യുന്നതിന് ഞാൻ അതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇങ്ങനെയുള്ളതിന് ഞാൻ കൂട്ടു നിൽക്കില്ല, മീട്ടു ഞാൻ കൂട്ടു നിൽക്കൂല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും വിഷയങ്ങളിലും ഒക്കെ ജെനുവിനിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും? ഇപ്പോൾ ഹേമ കമ്മീഷൻ അതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാനത് മുഴുവൻ വായിച്ചിട്ടുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയാനും അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പം ഈ പറയുന്നതിന് ഒരു നേരത്തെ പറഞ്ഞതിന് തന്നെ ഒപ്പം ഞാൻ വെക്കാം. ഏതൊരു നടനോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ഈ റൂമിനകത്ത് ക്യാമറ വെച്ച് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല. കേസ് നോക്കുക, എന്നിട്ട് അതിനുള്ള തെളിവുകളുടെ അടിസ്ഥാനം, അതിനാണോ തെളിവുള്ളത്? പണ്ടത്തെ ഏത് ഹോട്ടലിൽ, ഇപ്പം ഈ കാലമുള്ള ഹോട്ടലിലൊക്കെ ക്യാമറ ഉണ്ടാവും ഇല്ലേ? പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക. പിന്നെ ചെയ്ത നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താണ്? ആ നിമിഷ സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇപ്പം ചോദിക്കുക എല്ലാവരും, ഇവളൊക്കെ 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രതികരിക്കുന്നത്. ആ സമയത്ത് പേടിയാണ്, പേടിച്ചിട്ടായിരിക്കും പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്തെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, എന്തായാലും ഇങ്ങനെ ആയതല്ലേ, ഒരു സിനിമയിലെങ്കിലും ചാൻസ് തരുമായിരിക്കും. പാവപ്പെട്ട കുട്ടികൾ അങ്ങനെയും ചിന്തിക്കും. ഇതൊന്നും നടക്കാതെയും വന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടിയപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം നല്ല സപ്പോർട്ടില്ലേ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക്? ഇപ്പം ഈ പ്രശ്നം വന്നാൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? അപ്പോൾ അവർ വിളിച്ചു പറയും, അതിൽ സത്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിക്കണവരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് നാളെ തന്നെ അയ്യോ ഇല്ലട്ടോ എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി സമയം എടുക്കും. അത് സമയം തന്നെ വരെ വെയിറ്റ് ചെയ്യണം. ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇടയിൽ ചേച്ചിയുടെ ലൈഫിൽ വളരെ എന്താ പറയുക മോശമായ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ബ്രദർ ആത്മഹത്യ ചെയ്തത് എന്ന് ചേച്ചി പറഞ്ഞതായിട്ടാണ് ഞാൻ. ഒരിക്കലും ഇല്ല, അത് 100% തെറ്റ്. പിന്നെ ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് എന്റെ ബ്രദർ മരിച്ചു. അതെങ്ങനെ മരിച്ചു എന്ന് ഞാനിപ്പോ വെളിപ്പെടുത്താം, ഇതുവരെ ആർക്കും അറിയില്ലായിരിക്കും. മോഹൻലാൽ ഉത്സവപ്പിറ്റ് എന്നൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിൽ ലാലേട്ടൻ ലാസ്റ്റ് തൂങ്ങി മരിക്കുന്ന സീനായിരുന്നു. ആ കുട്ടികളുടെ മുമ്പിൽ എന്റെ ബ്രദർ ചെയ്തിട്ട് 14 വയസ്സിൽ കാലറിയാതെ സ്ലിപ്പായി പോയിട്ട് മരിച്ചതാണ് എന്റെ ബ്രദർ. അവനന്ന് 14 വയസ്സ്, ട്വിൻസ് ആയിരുന്നു. ആ ഒരാൾ മരിച്ചത് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ്. അന്ന് എനിക്ക് 13 വയസ്സ്. ഈ ഇൻസിഡന്റ് ലാലേട്ടൻ അറിയാം, ഇത് പേപ്പറിൽ വലിയ ന്യൂസ് ആയിരുന്നു. അത് വന്ന് ഭരത് സാറാണ് അത് ഡയറക്ട് ചെയ്തത്, അദ്ദേഹത്തിനും ഈ ഇതറിയാം. ആ ഒരു സ്നേഹം എൻ്റെ അമ്മോടും എന്നോടും ലാലേട്ടനുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പല വാർത്തകളിലും പറഞ്ഞു വരുന്നത് ഈ സഹോദരൻ മരിച്ചത് ചേച്ചിയുടെ ലൈഫിലുണ്ടായ വിവാദം ഉണ്ടായ പിക്ചർ കണ്ടതിന് ശേഷമാണ് സഹോദരൻ ജീവൻ. ഒരിക്കലും അല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മരിച്ച സമയത്ത് പെരുമ്പാവൂർ വെച്ചാ മരിക്കുന്നത്.
ആ നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം എന്താ സംഭവം എന്ന്. അന്ന് പ്രിയ ഫീൽഡിലില്ല. അപ്പം ഇത് ശുദ്ധ നുണയല്ലേ പറഞ്ഞത്. അപ്പം ഇതുപോലെ എത്ര എത്ര ന്യൂസ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊരു ബ്രദറൊക്കെ മരിച്ചത് എന്ന് അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രദറുകൾ കുവൈറ്റിൽ വർക്ക് ചെയ്യണം വൈഫും കുട്ടിയായിട്ട്. ആ ബ്രദറും ഇതായിട്ട് യാതൊരു കണക്റ്റഡും അല്ല. പക്ഷെ ഞാൻ അതും കേട്ടു. ആ പത്രം അന്ന് വിറ്റത് എങ്ങനെയാണെന്നറിയോ? ഞാൻ കണ്ടതാ. അന്ന് ഞാൻ സത്യമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ പാസ് ചെയ്യുമ്പോൾ കടയുടെ മുമ്പിൽ തൂങ്ങി കിടക്കുന്നു. പ്രിയങ്കയുടെ ഫോട്ടോ ഉണ്ട്, നഗ്നമായ ഫോട്ടോ ഉണ്ട്, ബ്രദർ തൂങ്ങി മരിച്ചെന്നു. ആലോചിച്ച് നോക്ക്. അപ്പൊ അത് എന്തിനാണ് ഹെഡിങ് കൊടുത്തത്? അയാളുടെ പത്രത്തില് കാശ് കിട്ടാൻ വേണ്ടി ആൾക്കാർ വാങ്ങി വായിക്കും. സെയിം പത്രം ക്രൈം കൊടുത്തതാണത്. ക്രൈം പറയണേന് എന്താ എനിക്ക് പേടിയൊന്നുമില്ല അയാളുടെ പേര് പറയണേന്. ക്രൈം നന്ദകുമാർ അന്ന് ആ പത്രം അത് ഇട്ടിട്ട് അന്നത്തെ മാത്രം വിറ്റുപോയ കാശ് എത്രയാണെന്നറിയോ? എന്തിനാണ് നുണയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം? ഭരതേട്ടനെ കുറിച്ച് കുറേ പറഞ്ഞു. ഭരതേട്ടൻ്റെ വീട്ടിൽ ജനിച്ചു വന്ന ഒരു മോളെ പോലെ സ്നേഹിച്ച ആളാണ് ഭരതേട്ടൻ, ലളിത ചേച്ചി, ആ കുട്ടികളൊക്കെ. സിദ്ധാർത്ഥനെ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പറയുമ്പോൾ ഇത്രയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ മരിച്ച കാര്യം ഞാൻ കുറേ ന്യൂസ് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കറിയാം, എൻ്റെ കുടുംബക്കാർക്കറിയാം, ആ നാട്ടുകാർക്കറിയാം, ഹോസ്പിറ്റലുകാർക്കറിയാം. പോസ്റ്റ്മോർട്ടം നടന്നു എത്ര വർഷം മുമ്പ്, പ്രേം നസീർ മരിച്ച ദിവസം. ആലോചിച്ച് നോക്കിയാൽ മതി. അന്നാണ് എൻ്റെ ബ്രദർ. എത്ര വർഷമായി? വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് തന്നെ പോവാണ്. ഒരു വിവാദം ഒന്ന് ഒഴിഞ്ഞു വരുമ്പോൾ അടുത്തൊരു വിവാദം വരുന്നു. അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ടോ? അമ്മ പറയും കാർത്തിക നാളെ സൂക്ഷിച്ചും കണ്ട് നിൽക്ക്, കാർത്തിക കീർത്തിയും കേൾക്കും അപകീർത്തിയും കേൾക്കുമെന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ട് വിവാദങ്ങളിലേക്ക് വരുന്നതല്ല. എനിക്ക് അങ്ങനെ താല്പര്യവും ഇല്ല. അങ്ങനെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദവും ചാനൽ മുഴുവൻ നിറഞ്ഞു നിൽക്കണമെന്ന് ഞാനാ. എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കായിരുന്നു. അവരുടെ കാര്യങ്ങൾ മതി, താല്പര്യമില്ല. ഇതറിയാതെ വന്നു പോകുന്ന ഓരോരുത്തർ പടച്ച് വിടുന്ന വിവാദം ആണ്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്ന ഒരു ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ചാനലുകാർ ചെയ്യുന്ന അവരുടെ ജോലിയാണ്. അവർക്ക് എങ്ങനെ ചാനൽ റീച്ച് കൂട്ടാന്നാ നോക്കുള്ളൂ അല്ലേ? അല്ലാതെ പ്രിയങ്കയ്ക്ക് ഇതിപ്പോൾ ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ പ്രിയങ്കയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും അങ്ങനെയാണ്, സ്വന്തം കാര്യങ്ങൾ തന്നെ നോക്കുള്ളൂ അല്ലേ? അതിന് തെറ്റ് പറയാനൊന്നും ഞാനാണല്ല. പക്ഷെ ഇപ്പം ഈ ചോദിച്ച ചോദ്യം അതിനുള്ള ആൻസർ വലിയൊരു ആൻസറാണ്. ഈ ലോകത്തുള്ള ആൾക്കാർ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരറിഞ്ഞിരിക്കണം. ആ സിനിമ വരുന്നതിന് മുമ്പേ എൻ്റെ ബ്രദർ മരിച്ചു. അതിൻ്റെ ദുഃഖം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണ് എൻ്റെ അമ്മയും ഞാനും. ലാലേട്ടനോട് അന്ന് വിയറ്റ്നാമിൽ അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഇങ്ങനെ അന്ന് അമ്മയെ ലാലേട്ടൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതാണ്, മോനെ പോലെ കണ്ടോളൂ കേട്ടോ. ഇന്നും എൻ്റെ അമ്മ മോനെ പോലെ കാണുന്ന ആളാണ് ലാലേട്ടൻ.